വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ കൊച്ചിൻ ക്യാമറയിലാണുള്ളത്. ഇപ്രാവശ്യം കുറെ ക്യാമറാസ് ഉണ്ടല്ലേ? നമുക്ക് ലോ ബഡ്ജറ്റ് ക്യാമറാസ് ഉണ്ടോ? 10,000 തുടങ്ങി നമുക്ക് സ്റ്റാർട്ടിംഗ് 10,000 ഉള്ള ക്യാമറാസ് ഉണ്ട്. പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സാധനം. എപ്പോഴും ഉണ്ടാവില്ല. ഇത് 10,000 തന്നെയാ? അതെ, 5,000 വിത്ത് 50mm ലെൻസ്, പോർട്രേറ്റ് ലെൻസ്. D5000 കേട്ടോ, 10,000 രൂപക്ക് ഒരെണ്ണമുള്ള സ്റ്റോക്ക്. 50 ലെൻസ് വരുന്നല്ലേ? 50mm ലെൻസ് ഒക്കെ 10,000 രൂപക്ക്. അടുത്ത മോഡൽ ഏതാ നമുക്ക്? അടുത്തത് 3100. 11,000 രൂപക്ക്. 11,000 രൂപക്ക് 3100 കേട്ടോ. നല്ല ബോഡിക്ക് അത്യാവശ്യം നല്ല നീറ്റ് ബോഡി കേട്ടോ. അടുത്ത മോഡൽ ഏതാണ്? അടുത്തത് 3400. നീറ്റ് കണ്ടീഷൻ 15 രൂപ. 15,000 രൂപ. 15,000 രൂപ കേട്ടോ. 34 അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ കേട്ടോ. 15,000 രൂപ അല്ലേ? അടുത്ത മോഡലോ? കാനോണ്ട 650 അല്ലേ? 650D. ഇത് നമുക്ക് വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ. എങ്ങനെ നമുക്ക് 16,000 രൂപ. 16,000 രൂപ കിട്ടോ. ഈ വീഡിയോ പ്രൊഫഷനൊക്കെ പറ്റിയ സാധനമാണ്. ലെൻസ് ആയിരുന്നു 80-55 ലെൻസ്. ലെൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കും, പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും റൈറ്റ് ഒക്കെ ഒന്ന് ലെൻസിനെ കുറിച്ച് ചെയ്ത് കൊടുത്തേ. അടുത്ത മോഡല് 1300 വൈഫൈ മോഡലാണ്. 18,000 രൂപ. 18,000 രൂപ കേട്ടോ. 1300 കനോന്റെ 700D അല്ലേ? എങ്ങനെയാണ്? ഫ്ലിപ്പ് ടൈപ്പ് മോഡലാണ്. ഇത് 18,000 രൂപ. 18,000 രൂപ അല്ലേ? 18,000 രൂപ കേട്ടോ. വീഡിയോ ഒക്കെ പറ്റിയ സാധനമാണ്. അടുത്ത മോഡൽ ഏതാണ്? 60D. എങ്ങനെയാണ് നമുക്ക് റേറ്റ്? കാനോന്റെ 60D വിത്ത് 1750 ലെൻസ് ആണ്. 20,000 രൂപ. 20,000 രൂപ അല്ലേ? നല്ല മോഡലാണ്. ഫ്ലിപ്പ് ഒക്കെ ഉള്ള. അപ്പൊ 20,000 ഇത് സെമി പ്രൊഫഷണൽ അല്ല? സെമി പ്രൊഫഷണൽ ക്യാമറ കേട്ടോ. അപ്പൊ 20,000 നമുക്ക് അല്ലേ? 20,000 ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ. നിക്കോണ്ട D5200. 5200 നമുക്ക് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 21,000 രൂപ. 21,000 രൂപക്കല്ലേ? അത് 21,000 രൂപ. 5300. എങ്ങനെയാ? 22,000. 22,000 രൂപക്ക് 53 കേട്ടോ. ഡിസ്പ്ലേ കണ്ടില്ലേ? നല്ല അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ ആണ്. നിക്കോൺ D90 വിത്ത് 18-105 ലെൻസ് 19,000 രൂപ. D90 അല്ലേ? ഇത് സിറ്റിങ്ങിനൊക്കെ പറ്റിയ സാധനം. സ്റ്റുഡിയോ സിറ്റിങ്ങിനൊക്കെ, സ്റ്റുഡിയോ പർപ്പസിനൊക്കെ പറ്റിയ ക്യാമറ. നല്ല D90 കേട്ടോ. ലെൻസ് ഏതാ? 18-105. 18-105 ആണ് കേട്ടോ. റേറ്റ് കൂടിയ ലെൻസ് ആണ്. അത് 19 രൂപ. 19,000 രൂപ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റിയ നല്ല സാധനമാണല്ലേ? പ്രൊഫഷണൽ ഫോട്ടോയും കിട്ടും. അടുത്ത ഏതാണ്? പിന്നെ നിക്കോണ്ട D7000. ഇതും അത്യാവശ്യം സെമി. അത് 22,000 രൂപ. 22,000 രൂപ. അത്യാവശ്യം നല്ല ബോഡി, നല്ല ബോഡിയാണ്. വേറെ വലിയ കട്ടണമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാനോണ്ട 1500D നല്ല ഡിമാൻഡുള്ള ക്യാമറയാണ്. 22,000 രൂപ. 1500 കേട്ടോ. വൈഫൈ മോഡലാണ്. വൈഫൈ വരുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ അടുത്ത മോഡലാണ്? അടുത്തത് മിറർലെസ്സിലോട്ട് പോകാം. മിറർലെസ്സിൽ ബ്ലോഗിംഗ് ക്യാമറാസ്. ഇത് R50 അല്ലേ? R50. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 52,000 രൂപ. 1.5 വർഷം വാറന്റി ഉണ്ട്. അധികം യൂസ് ചെയ്തിട്ടില്ല. ഫ്രഷ് കണ്ടീഷനാണ്. 52,000 രൂപക്ക് അല്ലേ? അപ്പൊ 52,000 രൂപക്ക് 1.5 വർഷം വാറന്റി ഉള്ള ബ്ലോഗിംഗ് ക്യാമറ. R50, കാനോൺ R50. അപ്പൊ നമുക്ക് R-ൽ വരുന്ന ലെൻസുകളൊക്കെ ബ്ലോഗിംഗ് അല്ല, ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ എടുക്കുന്ന സാധനമാണ്. അല്ല, നമുക്കിപ്പോ R-ൽ വരുന്ന എല്ലാ ലെൻസുകളും ഉപയോഗിക്കാം. R സീരീസ് ലെൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ സിഗ്മ ഒക്കെ R ഇറക്കാൻ പോകുന്ന ലെൻസ് ഇറക്കാൻ പോകുന്ന ന്യൂസ് ഉണ്ടല്ലേ? അപ്പൊ ലെൻസിന് വില പറയാൻ പറ്റും. ഇതിന്റെ ലെൻസ് ഷോർട്ട് ആണല്ലോ, കിട്ടാൻ പണിയാണ്. Z30 കേട്ടോ. ഇതും അടുത്ത ബ്ലോഗിംഗ് ക്യാമറ ആണ്. ബ്ലോഗേഴ്സിനൊക്കെ പറ്റി കുറെ ക്യാമറ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? അത് 40,000. 40,000 കേട്ടോ. പിന്നെ Z50 രണ്ട് മോഡലുണ്ട്. Z10 രണ്ട് മോഡലുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നത് 49. 1.5 വർഷം വാറന്റി ഉണ്ട്. രണ്ടും വാറന്റി ഉള്ള? രണ്ടും വാറന്റി ഉണ്ട്. 1.5 വർഷം. രണ്ടും 49 തന്നെയാണ്. അപ്പൊ 49,000 രൂപ കേട്ടോ. Z10 ബ്ലോഗിംഗ് ക്യാമറയാണ്. നല്ല അത്യാവശ്യം എല്ലാ ബ്ലോഗേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സാധനം. എല്ലാവരും ചോദിക്കുന്ന ക്യാമറ, നല്ല ഡിമാൻഡുള്ള ക്യാമറ. പിന്നെ 200D Mark II. ഇത് നമുക്ക് ബ്ലോഗിംഗ് പറ്റിയ സാധനം അല്ലേ? ബ്ലോഗിംഗ്, ഫോട്ടോ എടുക്കാൻ ബെസ്റ്റ് ആണ്. എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? ഇതിന്റെ 38 സ്റ്റാർട്ടിങ്. 38 സ്റ്റാർട്ടിങ് അല്ലേ? ബാക്കി ക്വാളിറ്റി Mark II. Mark II ആണ്. 200D Mark II ആണ്. അടുത്ത് പിന്നെ 6400. 64 അല്ലേ? ലെൻസ് ഏതായിരുന്നത്? 18-135. 18-135 കൊടുക്കട്ടോ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? 59. 59 അല്ലേ?
59 കേട്ടോ ലെൻസ് അടക്കം. 6500 വിത്ത് 8135 55. 55 അല്ലേ? അപ്പോൾ 55,000 കേട്ടോ. മിറർലെസ് ക്യാമറ. 64ഉം 65ഉം നല്ല എൻക്വയറി ഉള്ള ക്യാമറയാണ്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സാധനം. ഫോട്ടോഗ്രാഫിക്കും വീഡിയോയ്ക്കും പറ്റും. 4K ആണ്. 4K ചെയ്യാൻ പറ്റിയ സാധനമാണ്. ക്യാനോണ്ട 6D Mark II ഉണ്ട്. ഇത് 42,000. 42,000 അല്ലേ? മീഡിയം സെമി ഫുൾ ഫ്രെയിം ആണ്. ഫുൾ ഫ്രെയിം ഫ്ലിപ്പ് സ്ക്രീൻ. പിന്നെ 42,000 രൂപക്ക് വൈഫൈ ഉള്ള 6D Mark II. അടുത്ത മോഡൽ പിന്നെ സോണിയുടെ ഫുൾ ഫ്രെയിം ക്യാമറാസ്. ഫുൾ ഫ്രെയിം ക്യാമറ 7R4. എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വന്നത് 1,50,000. 2,70,000 ക്യാമറയാണ്. 1.5 ലക്ഷത്തിന് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും വാറണ്ടി ഉണ്ടോ? വാറണ്ടി കഴിഞ്ഞതാണല്ലേ? നമുക്ക് എല്ലാം ഷോപ്പിന് എന്തെങ്കിലും ഷോപ്പ് വാറണ്ടി നമ്മ 2 weeks ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. ചെക്കിംഗ് വാറണ്ടി ഉണ്ടോ? അപ്പൊ 1.5 ലക്ഷം രൂപക്ക് നല്ല അത്യാവശ്യം നല്ല നീറ്റ് ബോഡി കേട്ടോ. അടുത്ത മോഡല് 7M4. ഇപ്പോഴത്തെ ഏറ്റവും മൂവിംഗ് ഉള്ള ക്യാമറയാണ്. സോണിന്റെ 7M4 കേട്ടോ. നല്ല അത്യാവശ്യം നല്ല നീറ്റ് ബോഡിയാണ്. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വന്നത് 1.58. 1.5 വർഷം വാറണ്ടി. 1.58 കേട്ടോ. 1.5 വർഷം വാറണ്ടി ഉള്ള പീസാണ്. നമുക്ക് പുതിയ എന്താ വാല്യൂ വരുന്നുണ്ട്? പുതിയതിന് ഇപ്പൊ 2 ലക്ഷം. 2 ലക്ഷം രൂപ വരുന്നുണ്ട് അല്ലേ? അടുത്തതോ 7M3. ഇതിപ്പോ 75 രൂപ. 75,000 രൂപ വാറണ്ടി കഴിഞ്ഞാണ്. 75,000 രൂപ. 7M3 നല്ല നല്ല ബോഡി അല്ലേ? അത്യാവശ്യം നീറ്റ് ബോഡി കേട്ടോ. അടുത്തതോ 7M3. ഇത് എത്ര ബോഡിയാ? ഇത് 78 അല്ലേ? 3 മാസം വാറണ്ടി ഉണ്ട്. 78,000 രൂപ ബോഡി കേട്ടോ. 3 മാസം വാറണ്ടി 7M3. അടുത്തതോ ഇത് 6 മാസം വാറണ്ടി ഉള്ള M3. 83 അല്ലേ? റാപ്പൊക്കെ ചെയ്തിരിക്കുന്നത് 6 മാസം വാറണ്ടി കേട്ടോ. 83,000 രൂപക്ക്. ഇനി നമുക്ക് ചെറിയ ലെൻസ് സിഗ്മ 35 DGDN നല്ല എൻക്വയറി ലെൻസ് ആണ്. നമുക്ക് ഇതിന്റെ 45,000 പ്രൈസ്. 45 അല്ലേ? പിന്നെ ഒരു റയർ പീസ് വന്നിട്ടുണ്ട് 24/7 GM2 പേഴ്സണൽ യൂസ്ഡ് ആണ്. 1,70,000 വരെ ഉണ്ട്. ഇത് 1.25 കൊടുക്കും. 1.25 6 മാസം വാറണ്ടി പേഴ്സണൽ യൂസ്ഡ് ആണ്. 6 മാസം വാറണ്ടി G മാസ്റ്റർ ലെൻസ് കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റാ GO2 അല്ലേ? GO2 GO3 അല്ലേ? ആക്ഷൻ ക്യാമറാസ്. ആക്ഷൻ ക്യാമറാസ് നമുക്ക് ഇത് GO2 GO3. GO2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ വരില്ല. ഇതിന് റേറ്റ് വരുന്നത് അത് 15,000 രൂപ. 15,000 കേട്ടോ. ഇൻസ്റ്റാന്റെ GO2. അതേമാതിരി GO3 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ വരുന്ന സാധനമാണ്. നമുക്ക് ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? അത് 21 രൂപ. 21,000 രൂപ കേട്ടോ. നല്ല ആക്ഷൻ നമുക്ക് ക്യാമറ മാത്രമേ കൊണ്ടുകൊടുക്കാം. ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ആവശ്യം നമുക്ക് ഇതേമാതിരി ആക്ഷൻ ക്യാമറ ഇങ്ങനെ ബ്ലോഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതേമാതിരി DJ എങ്ങനെയൊക്കെയാണ്? പോക്കറ്റ് 2 ഉണ്ട്. 2 പീസ് ഉണ്ട്. ഇത് വാറണ്ടി പീസ് 1.5 കൊല്ലം വാറണ്ടി ഉണ്ട്. അത് വന്നത് 21,000. 1.5 വർഷം. പിന്നെ വാറണ്ടി ഇല്ലാത്ത പീസ് ഉണ്ട്. അത് അധികം യൂസ് ചെയ്തിട്ടുള്ള ദുബായ് പീസ് ആണ്. 2 മാസം പഴക്കമുള്ളൂ. 15 രൂപ. 15 അപ്പൊ നമുക്ക് രണ്ടും അധികം യൂസ് ചെയ്യാത്ത ഫ്രഷ്. ഒന്ന് 15,000 രൂപക്കും ഒന്ന് വാറണ്ടി ഇല്ലാതെ 20,000 രൂപ കേട്ടോ. രണ്ട് നല്ല ബ്ലോഗിങ്ങിനെ പറ്റിയ സാധനം. നമുക്ക് ട്രാവലിനൊക്കെ പോകുമ്പോ ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വൈൽഡ് ലൈഫിനുള്ള ലെൻസുകളൊക്കെ ഉണ്ടല്ലേ? അതെ. ഇത് ഏതാണ്? സോണിയുടെ 200-600. 200-600 അല്ലേ? പ്രൈസ് ഇത് സെയിലിനുള്ള പീസാണ്. ഇതിന്റെ പ്രൈസ് വന്നത് 1,05,000. 1.5 യൂസ് ചെയ്തിട്ടുള്ള ബോക്സ് പീസ്. പിന്നെ നമുക്ക് റെന്റിനും അവൈലബിൾ ആണ്. ഇത് 2 പീസാണ്. അത് സെയിൽ പീസ് ആട്ടോ. റെന്റിന് നമുക്ക് എങ്ങനെ റെന്റ് വരുന്നത്? റെന്റ് 1,200 പെർ ഡേ. നമുക്കിപ്പോ വൈൽഡ് ലൈഫിനൊക്കെ പോകണമെങ്കിൽ അപ്പൊ 1,200 നമുക്ക് പെർ ഡേ റെന്റിന് നമുക്ക് 200-600 കേട്ടോ. സോണിന്റെ ലെൻസ് ക്യാമറാസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഏതാണ്? അതേമാതിരി ഇത് 150-500 കാനോൺ മൗണ്ട്. കാനോൺ മൗണ്ട് അല്ലേ? കാനോണിന് യൂസ് ചെയ്യാൻ പറ്റിയ വൈൽഡ് ലൈഫിനൊക്കെ പറ്റിയ 150-500. എങ്ങനെയാ റേറ്റ് വരുന്നത്? അതിന്റെ പ്രൈസ് വന്നത് 48 അല്ലേ? നമുക്കിനി വേറെ ലെൻസുകളൊക്കെ പിന്നെ സോണിയുടെ സിഗ്മ 35ഉം 85 DGDN ഉണ്ട്. എങ്ങനെ നമുക്ക് അതിനൊക്കെ റേറ്റ് വരുന്നത്? 85 എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 55, ഇത് 45. 35ക്ക് 45, 85ക്ക് 55. സോണിന്റെ എല്ലാവിധ ലെൻസുകളും ഉണ്ട്. എല്ലാ ലെൻസും ഉണ്ട്. ഈ സീസൺ ഇത് വൈഡ് വീഡിയോക്കൊക്കെ പറ്റിയ ലെൻസാണ്. ബാറ്റിസ് 25 സീസണിന്റെ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത് അതിന്? ഇതിന്റെ പ്രൈസ് വന്നത് 28,000. 28 അല്ലേ? നല്ല വിലയുള്ള ലെൻസാണ്. പിന്നെ സോണിയുടെ 24-105. 24-105 അല്ലേ? 55 രൂപ. 55,000 രൂപയ്ക്ക് സോണിന്റെ 25-105 ലെൻസ് കേട്ടോ. പിന്നെ കാനോന്റെ ഉണ്ട് 24-105. അങ്ങനെ റേറ്റ് വരുന്നത് IS2. ഇത് 32,000 രൂപ. 32,000 രൂപ അല്ലേ? കാനോണ്ട 35 ഉണ്ട് മാക്രോ ലെൻസ്.
പിന്നെ 35 മാക്രോ നമുക്ക് റേറ്റ് വരുന്നത് ഇത് 12,000 രൂപ. 12,000 രൂപ. പിന്നെ 85 ഉണ്ട് 13,000 രൂപ 1.8. 85 13,000 രൂപ കേട്ടോ. പിന്നെ സോണി മൗണ്ട് സിഗ്മ 2870 2.8 അത് 58,000 രൂപ. 2870 2.8 വരുന്ന സാധനമാണ്. നല്ല നീറ്റ് പീസ് ആട്ടോ. നമ്മള് ഇവിടെ റെന്റൽസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്യാമറാസ് എല്ലാ ക്യാമറാസ് ഉണ്ട്. നമുക്ക് ക്യാമറ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ് റേറ്റ്? സ്റ്റാർട്ടിംഗ് Canon 1200 ഉണ്ട്, അത് പെർ ഡേ 250 തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 250 രൂപ ക്യാമറാസ് നമുക്ക് ഇവിടെ റെന്റിന് കൊടുക്കട്ടോ. നമുക്ക് ഓൾ കേരള കൊടുക്കാൻ പറ്റുമോ? ഓൾ കേരള നമുക്ക് കൊച്ചിയിലാണ് ഷോപ്പ്. അല്ല നമുക്ക് വലിയ സോണി ഒക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് പ്രൊഫഷണൽ ക്യാമറാസ് ഒക്കെ നമുക്ക് ഓൾ കേരള കൊടുത്തു. അതെ അതെ. അപ്പൊ നമുക്ക് വലിയ ബോഡീസ് ഒക്കെ നമുക്ക് ഓൾ കേരള നമുക്ക് M4 ഒക്കെ ആണെങ്കിൽ എങ്ങനെ റേറ്റ് വരുന്നത്? M4 ബോഡി പെർ ഡേ 2000. 2,000 രൂപയ്ക്ക് നമുക്ക് M4 ടോപ്പ് ഉണ്ട് അല്ലേ? M3 ആണെങ്കിൽ 1,500. ലെൻസ് ഒക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ലെൻസ് ഒക്കെ 500 തുടങ്ങി. സോണിന്റെ ലെൻസ് ആണെങ്കിൽ 300 തുടങ്ങി സ്റ്റാർട്ടിംഗ് 300 രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഒരു വെഡിങ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് ഗിംബൽസ് അവൈലബിൾ ആണ്, ലൈറ്റ് AD200 എല്ലാം അവൈലബിൾ ആണ്. AD200 എല്ലാ സാധനവും നമുക്ക് റെന്റൽസ് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ റെന്റിന് കിട്ടുന്ന കേട്ടോ. അത് നമുക്ക് ഓൾ കേരളായിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഡ്രോൺ ചെയ്യുന്നുണ്ടല്ലേ? ഡ്രോൺസ് സെക്കൻഡ്സ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് DJI Mini 2 Mini 2 നമുക്ക് ഫ്ലൈ ചെയ്ത് പഠിക്കാനൊക്കെ പറ്റിയ ഡ്രോൺ ആണ്. കോംബോ അല്ലേ? കോംബോ 3 ബാറ്ററി ഉണ്ട്, റിമോട്ട് ഉണ്ട്. ഇതിന്റെ പ്രൈസ് വന്നത് 46,000 രൂപ. 46,000 രൂപ അല്ലേ? DJI Mini 2 കോംബോ കേട്ടോ. അടുത്തത് പിന്നെ Mini 4 Pro. ഇത് പ്രൊഫഷണൽ യൂസിനൊക്കെ പറ്റിയതാണ്. നമുക്ക് ലൈസൻസ് വേണ്ട, വെയിറ്റ് കുറവായുണ്ട്. Mini 4 Pro കോംബോ ഡിസ്പ്ലേ, റിമോട്ട്, 3 ബാറ്ററി. പിന്നെ ഫ്ലൈമോർ കോംബോ പ്ലസ് ആണ് കേട്ടോ. 45 മിനിറ്റ് ഫ്ലൈ ടൈം ഉണ്ട്. എത്ര പഴക്കമുണ്ട് ഇത്? ആകെ 2 ആഴ്ച പഴക്കമുള്ളൂ. ജസ്റ്റ് 2-3 ടൈംസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് പോലെ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വന്നത് 1,16,000. 1,16,000 കേട്ടോ. നമുക്ക് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് കേട്ടോ. എങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രൈസ് ആക്കി അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് എറണാകുളം കച്ചേരിപ്പടി ചിയാങ് റെസ്റ്റോറന്റ് സൈഡിൽ കൂടെ വഴിയാണ്. പ്രോവിഡൻസ് റോഡ് എന്ന് പറയും. MG റോഡ് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് കച്ചേരിപ്പടി. അതേമാതിരി നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ എറണാകുളം ടൗണിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരമുള്ളൂ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ നമ്പർ എന്ന് പറയും. എന്റെ നമ്പർ 9947953326. അതേമാതിരി വിളിക്കുന്ന സമയത്ത് രാവിലെ 10 തുടങ്ങി വൈകിട്ട് 9 മണി വരെ ആ ടൈമിൽ വിളിക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും രാത്രി 12 മണിക്ക് കോൾ വരുന്നുണ്ട്, അതിനെ കൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ നോക്കിയിട്ട് വിളിക്കാട്ടോ. അപ്പൊ എന്താണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് തരുന്നതാണ്. എന്തെങ്കിലും ചെയ്തു തരട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാമറാസ് ഉണ്ട്. ഏകദേശം 10,000 പോലും സ്റ്റാർട്ട് ചെയ്യണ്ടോ. അപ്പൊ അങ്ങനത്തെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കട്ടോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. കാരണം 1-2 പീസ് വെച്ച് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മള് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ Instagram ഐഡി എന്താ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വന്നാൽ തന്നെ എന്തായാലും തന്നെ സ്റ്റോറി ഇടുന്ന കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് വിളിച്ചാൽ നമുക്ക് അവരെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത് കാണാം.